നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ രുചികരമായ ഒരു പാവക്ക കിച്ചടി തയ്യാറാക്കാം. ഇത്തരത്തിലുള്ള പാവക്ക കിച്ചടിയാണെങ്കിൽ ഉച്ചയൂണ് ഉഷാറാവും. ഈ സിമ്പിളായിട്ടുള്ള കിച്ചടിയുടെ രുചിക്കൂട്ട് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമുക്ക് 2 പാവക്ക അരിഞ്ഞു വെക്കാം. അതേപോലെ 400 ml തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാലും മുറിച്ച് വെച്ചിരിക്കുന്ന പാവക്ക ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പാവക്ക ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കണം. പാവക്ക ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാവക്ക ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വറുത്ത പാവക്ക പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞളും ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിനു ശേഷം തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ആഡ് ചെയ്യുക. 4 പച്ചമുളക് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളവും ചേർത്തതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരക്കരുത്. ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. ഈ അരച്ചെടുത്ത മസാല ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള പാവക്ക ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം തൽക്കാലം ഇതൊന്നും നമുക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 തണ്ട് വേപ്പില, 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 4 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവക്ക കറിയിലേക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള പാവക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോകളുടെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Until next time, so it's me Tahir, Spezia Diary, signing off. Bye.